ഗൈസ് നമുക്ക് ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ടൊരു ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് എന്നാ വെച്ചുണ്ടാക്കാം. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഒരു ജാർ എടുക്കുന്നു, കുറച്ച് ഏത്തപ്പഴം കട്ട് ചെയ്തിടുന്നു, കുറച്ച് ബൂസ്റ്റ് ഇടുന്നു, പാലിടുന്നു, പഞ്ചസാര ഇടുന്നു, കുറച്ച് കടല ഇടുന്നു, കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടി അടിച്ച് അങ്ങോട്ട് കുടിച്ചു നോക്കുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട് ഗൈസ്. എനിവേ നമുക്ക് ജാറിൽ ഇതെല്ലാം കുത്തി നിറച്ചിട്ട് അടിച്ചിട്ട് വരാം ഗൈസ്. ആദ്യം ഫസ്റ്റ് ഇതെല്ലാം ഇടട്ടെ. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറായ പഴം നമ്മൾ അതിനകത്തിട്ടു. നമുക്കടുത്തത് കടലിടാം ഗൈസ്. നമ്മൾ കുറച്ച് കടലിട്ടു. ഇനി നമുക്ക് ബൂസ്റ്റ് പൊട്ടിച്ചിട്ടിടാം. പിന്നെ കുറച്ച് ഷുഗറും ഇടാം ഗൈസ്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ബൂസ്റ്റും ഇട്ടെടുത്തു. ഇനി കുറച്ച് ഷുഗർ ആൻഡ് ഇത്തിരി ഏലക്കപ്പൊടി, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂട്ടി നമുക്ക് അടിക്കണം ഗൈസ്. ഒന്ന് നല്ലോണം അടിച്ചെടുക്കണം. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റായ ഷുഗർ, ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഷുഗർ കുറച്ചിടുക, വീണ്ടും കുറച്ചിടുക. വേണമെങ്കിൽ ഹണി ഇടുന്നതാണ് ബെറ്റർ. അയ്യോ സബാഷ്, തുടക്കാനുള്ള. വീണ്ടും കുറച്ചിടുക, വീണ്ടും കുറച്ചിടുക. ലാസ്റ്റ് ഒരു സ്പൂൺ കൂടി. ദാറ്റ്സ് എനഫ് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് വെള്ളവും ഇട്ട് നല്ലോണം അടിച്ചെടുക്കാം. കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കാം. ഐ തിങ്ക് ഇത്ര വെള്ളം സഫിഷ്യൻ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കും ഗൈസ്. നോർമലി നമുക്ക് അതിനകത്തൊരു പാലും കൂടി ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ എൻ്റെ ടു സ്റ്റെപ്പ് സംതിങ് ആണ്. അപ്പോൾ ഇതാദ്യം ജസ്റ്റ് നല്ലോണം അടിച്ചതിന് ശേഷം പാൽ വെച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ കിട്ടുന്നത് ഗൈസ്. വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ കുറച്ച് കപ്പ് ഐസ്ക്രീം ഉണ്ട്, നമുക്കെന്താ അതും കൂടി ആഡ് ചെയ്തിട്ട് അടിക്കാം. മൊത്തത്തിലൊന്ന് അടിപൊളിയാവട്ടെ. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലെവലായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാലും 2 കപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. എന്തായാലും അതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ പാൽ വെച്ചു ഗൈസ്. കുറച്ച് 2 കപ്പ് ഓഫ് ഐസ്ക്രീമും 3 കപ്പ് ഐസ്ക്രീം ഉണ്ട്. ഇപ്പോൾ 2 കപ്പ് ഐസ്ക്രീമും കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു ഗൈസ്. അങ്ങനെ ഏലക്കപ്പൊടിയും കുറച്ചിട്ട് ഐസ്ക്രീം ഐസ്ക്രീം ഇട്ടു ഗൈസ്. 1 കപ്പ് ഐസ്ക്രീം, 2 കപ്പ് ഐസ്ക്രീം. ഇത് ഞാൻ ബാക്കി പഠിക്കാം ഗൈസ്. അങ്ങനെ നമുക്കിതൊന്നും കൂടി അടിച്ചെടുക്കാം. എന്നിട്ട് കുടിച്ചു നോക്കാം എന്താ അവസ്ഥ. നമ്മൾ ഫൈനലി അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തുറന്നിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റി കുടിച്ചു നോക്കാം ഗൈസ്. നമുക്കിത് ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ചെറിയൊരു പതപ്പുണ്ട്. നമുക്ക് നമ്മുടെ ഫൈനലി നമ്മളെ ഷേക്ക് കുടിച്ചോ ഗൈസ്. കൈൻഡ് ഓഫ് റിഫ്രഷിങ്. ഏലക്കപ്പൊടി ഇട്ടത് കുറച്ച് കൂടി പോയെന്ന് എനിക്ക് സംശയം.
ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നൈസാണ്, അടിപൊളിയാണ്, റിഫ്രഷിംഗ് ആണ്. എനിക്കിപ്പോൾ റിഫ്രഷിംഗ് ആണ്, എനിക്കറിഞ്ഞൂടാ. കൊള്ളാം. ആഹാ. അപ്പോൾ എന്താ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.